Hello everyone, welcome back to my channel. ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു ഉച്ച വരെയുള്ള കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്തായിരുന്നാലും ഒരു ദിവസം ഞാൻ ഇത് ചെയ്തിരിക്കും. ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാമേ. എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അതാണ് ഞാൻ കുറച്ചായിട്ട് ഷോർട്ട്സ് പോലെയൊക്കെ ഇടാറുള്ളത്. ഇന്ന് രാവിലെ എൻ്റെ കൂടെ തന്നെ ഹാനിക്കുട്ടി എണീറ്റിട്ടുണ്ട്. അവൾ നല്ല ഫോമിലാണെന്ന് എണീറ്റത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിയിലാണ്. അവളൊന്ന് രാവിലെ ചിരിച്ചാൽ അന്നത്തെ ദിവസം ഫുൾ അവൾ ഓണാണെന്ന് അർത്ഥമാണ്. പിന്നെ ഞാനും അവളും കൂടെ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത്. ഇന്നലെ നല്ല തണുപ്പായതുകൊണ്ട് ഫുൾ കൈ ഡ്രസ്സാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പക്ഷേ അവൾക്ക് എപ്പോഴും ഭയങ്കര ചൂടാണ്. എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ ഈ ഫുൾ കൈയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്ന ഡ്രസ്സ് മാറ്റുന്നുണ്ട്, അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും കളിച്ചാൽ മതി. രാവിലെ എണീറ്റ് ഉടനെ കളി തുടങ്ങാം, അതാണ് അവളെ ഏക പരിപാടി. ഇതാ എണീറ്റ് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടിയാണ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്കിലൊരു വള്ളി കെട്ടാനാണ് ഇത്രയും സാഹസം, പക്ഷെ നടന്നില്ല. അവൾ എന്നോട് ടാറ്റയും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇടിയെടുക്കുന്ന കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു അന്തം വിട്ട് നോക്കൽ. എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്, കളിക്കാനാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനാണ് പോയത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാണ് കഴിക്കാറുള്ളത്. ഞാൻ ഉപ്പുമാവിലേക്ക് കുറച്ച് കട്ടൻ ചായയും കൂടെ ഒഴിച്ച് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ അനിയത്തി ഇതൊന്നും കഴിക്കാറില്ല. അവൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും വലുതായിട്ട് അങ്ങ് പോകില്ല. അങ്ങനെ അവൾക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അനിയത് അവളുടെ സ്ഥിരം പ്ലേസിൽ തന്നെ കഴിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇത് അവളുടെ ഒരു ജയിൽ തന്നെ എന്ന് പറയാം. ഇതിൽ കഴിക്കാതിരുന്നാൽ പിന്നെ അവൾ ഇറങ്ങി ഓടൂലല്ലോ. മിക്ക ദിവസങ്ങളിൽ അവൾക്ക് രാവിലെ കൊടുക്കാറുള്ളത് ഒരു ഏത്തമ്പഴ അവിച്ചാണ് കൊടുക്കാറുള്ളത്. അതാകുമ്പോൾ അവൾ കഴിക്കും, അത് അവൾക്ക് ഇഷ്ടമാണ്. പിന്നീടാണ് എന്തെങ്കിലും പലഹാരം കൊടുക്കുന്നത്. പലഹാരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധമായിരിക്കും, കുറച്ചേ കഴിക്കുകയുള്ളൂ. അവളെ ഇങ്ങനെ ചുമ്മാ ഊഞ്ഞാലി ഇരുത്തിയിരുന്നാലും പോരാ, ആരെങ്കിലും നിന്ന് ഇതുപോലെ ഒന്ന് ആട്ടി കൊടുക്കണം. അതാ കണ്ടില്ല, അവളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ച്. ഇതുപോലെ നിന്ന് ആട്ടി കൊടുക്കണം. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ വാപ്പ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ ഇങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി വേണം ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. നോർമലി നമ്മൾ ഇങ്ങനെയല്ല വെജിറ്റബിൾസ് വാങ്ങാറുള്ളത്. ഒന്നുകിൽ രാമചന്ദ്രയിലോ ലുലുവിലൊക്കെ പോയി നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് വാങ്ങാറുള്ളത്. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് വാപ്പ ഇന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നത്. രാവിലെ തന്നെ വെജിറ്റബിൾസ് ഇരിക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയാലാന്ന്. അങ്ങനെ ഞാൻ അമ്മട്ടെ പറഞ്ഞ് ഉമ്മ കയറണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 3 റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുവേണ്ടി ആദ്യം ഞാൻ വെണ്ടയ്ക്ക് വെച്ചൊരു റെസിപ്പിയും പിന്നെ പുളി വെച്ചൊരു റെസിപ്പിയും പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചൊരു റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഡിഷാണ് ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. 3 ഡിഷ് ഉണ്ടാക്കാനും ഞാൻ ഒരുമിച്ചാണ് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ അതിനായിട്ട് സവാളയും ഈ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സവാള അരിയാനായിട്ട് ഞാൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എൻ്റെ അടുത്തേക്ക് ഞാൻ അരിഞ്ഞേക്ക് വെക്കാറുണ്ട്. അതാകുമ്പോൾ എളുപ്പമായിരിക്കും. മറ്റേ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ പോയി എടുക്കുമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീടായിരിക്കും നമ്മൾ ഓർക്കണത്. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാറുള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ കയറുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഓയിലായിരുന്നാലും ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. എന്തോ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ എടുക്കാറുള്ളൂ. ഇപ്പോൾ ഇതാ സവാളയും പച്ചമുളകും എല്ലാം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഈ 3 ഡിഷിനും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. സവാളയുടെ തൊലി അരിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണൊരു പരുവമായി. പിന്നെ ഞാൻ കണ്ണൊക്കെ പോയി തുടച്ചിട്ട് വന്നാണ് അടുത്ത വെളുത്തുള്ളിയാണ് ഒരിക്കാൻ പോകുന്നത്. ഉമ്മ ഇവിടെ ബേക്കിന്ന് പറയുന്നുണ്ട് ചോപ്പറിൽ അറിയുന്നതാണ് ഈസി, നീ അതിൽ ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ ഇറങ്ങുന്നത് അതിൻ്റെ ലെവലിൽ തന്നെ സവാള വേണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ പോയി സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഭയങ്കര മടിയാണ്, അപ്പം ഞാൻ ഈ ചോപ്പർ ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം തീർത്തിട്ട് പോകണമെങ്കിൽ ചോപ്പറാണ് നല്ലത്. അങ്ങനെ ഞാൻ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം. ഇതിനെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ അടുത്തത് കട്ട് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതുപോലെ തന്നെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പച്ചമുളക് ഞാൻ നേരത്തെ തന്നെ തണ്ടൊക്കെ മാറ്റി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിനെ ഒരു സവാളയുടെ പാത്രത്തിൽ തന്നെ ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. അതും ഞാൻ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഒരു ഡിഷിന് മാത്രമേ വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഹാനിയ വന്നിട്ടുണ്ടായിരുന്നേ. അവൾ ഞാൻ എന്തോന്ന് ചെയ്യണമെന്ന് നോക്കാനാണ് വന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവൾ കളിക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയും ചെയ്യേ.
അപ്പം ഞാൻ സവാളയും പച്ചമുളകൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, കാരണം അവൾക്ക് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. സവാളയൊന്നും എടുത്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അത് എനിക്ക് തന്നെ ഇരട്ടി പണിയാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അവൾ അവിടെ ഇരുത്തിയത്. ഇനി അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്കയാണ്. അവൾ ഓരോന്നായിട്ട് എനിക്ക് എടുത്ത് തരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഇങ്ങനെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. ഓരോന്ന് അരിഞ്ഞ് തീരുന്നത് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്നിട്ട് അത് അവൾ എന്നെ എടുത്ത് ഓരോന്നായിട്ട് തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് കട്ട് ചെയ്തതൊക്കെ ഒരു പ്ലേറ്റിൽ വെക്കാനായിട്ട്. അവൾ അതുപോലെ ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം ഞാൻ ഇത് പറയും പോലെ കേട്ട് ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ ഞാനും അവളും കൂടെ അടിയാവും. ഇതാണ് എപ്പോഴും നടക്കുന്ന അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ അവളെടുത്തിരുന്ന പാത്രത്തിനെ ഞാനെടുത്ത് ഇപ്പുറ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അവൾ കണ്ട് അവൾ എവിടെയാണെന്ന് ചോദിച്ച് എല്ലാ പാത്രങ്ങളും അവൾ അടുത്തേക്ക് തന്നെ വെച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത്. എന്നിട്ട് അവൾക്ക് എടുത്തിടുന്നത് മതിയായപ്പം പിന്നെ അതിൽ നിന്ന് എനിക്ക് എടുത്ത് തരുന്നതായി. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക് ഇതുപോലെ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് തേങ്ങയുടെ ആവശ്യം കൂടെ ഉണ്ട്. അത് ഞാൻ ഉമ്മാട്ടെ പറഞ്ഞ് ഉമ്മാണ് എനിക്ക് തിരികെ തന്നത്. എനിക്കിപ്പോൾ തിരികാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മുട്ട തോരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെണ്ടയ്ക്ക വീക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മുട്ട തോരനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഡിഷ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് എനിക്കും അറിയില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇടുമ്പോൾ എനിക്കും പേടിയുണ്ട് പൊട്ടിത്തെറിക്കുന്നത്. ഞാനും മാറി നിൽക്കാറുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പില ഇട്ടപ്പോൾ ഇതാ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഞാൻ ഓടിപ്പോകുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 3 ഡിഷിന് വേണ്ടിയാണ് സവാള എടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് സവാള ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചവളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാളയുടെ കളർ ചേഞ്ച് ഒന്നും മാറണ്ട, ഒരു പച്ച മണം മാറിയാൽ മതി. അതിനാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇക്കാക്ക് നന്നായിട്ട് വഴറ്റിയെടുത്ത വെണ്ടയ്ക്ക വിഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വെണ്ടയ്ക്ക എടുത്തപ്പോൾ ഇക്കായാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ വെണ്ടയ്ക്കയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ വിഴുവിഴുപ്പ് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹാനിയ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവൾക്കൊരു മുത്തമൊക്കെ കൊടുത്തിട്ട് ഞാൻ നിൽപ്പുണ്ട്. ഞാൻ ഈ റെസിപ്പിയുടെ പേര് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെണ്ടയ്ക്ക മുട്ട തോരനെന്നാണ്. ഞാൻ ഈ റെസിപ്പി റീലിലാണ് കണ്ടത്. അങ്ങനെ വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഉപ്പ് ഒരു ഭരണിയിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മുട്ട ചേർത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് നമുക്ക് നോക്കി ചെയ്യാം. ഇനി ഇതിലെ മെയിൻ സാധനം വന്നിട്ടുണ്ട് മുട്ടയാണ്. ഞാൻ 2 മുട്ടയാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് ഞാൻ ഈ വെണ്ടയ്ക്കയിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒന്ന് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടിയതേ ഇല്ല. പിന്നെ കുറച്ച് പാടുപെട്ടാണ് ഞാൻ പൊട്ടിച്ചത്. അങ്ങനെ ഞാൻ 2 എണ്ണവും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. സാധാരണ ബുൾസയ്ക്ക് വേണ്ടി മുട്ട പൊട്ടിക്കുമ്പോൾ ഉണ്ണികളൊക്കെ പൊട്ടിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് 2ഉം പൊട്ടാതെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നോർമലി നമ്മൾ മുട്ടയെ ചിക്കി എടുക്കൂല, അതുപോലെ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ മുട്ട ചിക്കി എടുക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. വെണ്ടയ്ക്കയും മുട്ടയും കൂടെ നന്നായിട്ട് ഇതാ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുട്ട തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക വീഴ്ക്കയിലേ കഴിച്ചിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഇതാരും ട്രൈ ചെയ്യാതിരിക്കല്ലേ. ഞാൻ ഇതിനെ ഒരു വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡിഷിന് വേണ്ടി ഞാൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിനെ വെള്ളമാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി എടുക്കാമേ. എനിക്കിത് കൂടുതൽ വേണമെന്നുണ്ട്, ഞാൻ അതങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ റെസിപ്പിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? പച്ചി പുളുസു എന്നാണേ. നമ്മുടെ പുളുസു എന്നൊക്കെ കേട്ടിട്ടില്ല, അതൊന്നും അല്ല കേട്ടാ. ഇനി അടുത്ത ഡിഷിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച്, ഓയിൽ ഞാൻ പാനിലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനാണ് ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാളയുടെ കളർ ചേഞ്ചൊന്നും മാറി വരണ്ട. നേരത്തെ പറഞ്ഞതുപോലെ പച്ചമണം ഒന്ന് മാറിയാൽ മതിയേ. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം.
ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കി എല്ലാ മസാലപ്പൊടിയും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കണം, അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയെ നമ്മൾ ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മുട്ട ഒഴിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്, ഈ ഒഴിക്കുന്നതിനേക്കാളും പാടാണ് ഇതിനെങ്ങനെ ഒന്ന് മറച്ചിടുമെന്നുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് മറച്ചിടണമല്ലോ. അങ്ങനെ ഞാൻ സകല എഫേർട്ടുകളും എടുത്ത് ഞാൻ ആ മുട്ട മറച്ചിട്ടിരിക്കുന്നു. പക്ഷേ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് മറിച്ചിടാൻ എനിക്ക് പറ്റി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡിഷായ മസാല മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരെ പുറത്ത് പോയി നോക്കിയാൽ മഴയൊക്കെ എന്തായെന്ന് അറിയാം. അപ്പം നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹൈറമോള് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫീഡ് ചെയ്യണം. ഹാനി അതിൻ്റെ ഇടയ്ക്ക് ഹൈറമോൾ ഇതാ സ്നേഹിക്കുന്നുണ്ട്. അവൾക്കിങ്ങനെ അടുത്ത് വന്ന് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹൈറയ്ക്ക് ഇങ്ങനെ കിടക്കാനേ ഇഷ്ടമില്ല. അവൾക്ക് എപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കും. മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ഡിഷൊക്കെ കഴിക്കാനായിരിക്കുമല്ലോ ആഗ്രഹം. അങ്ങനെ ഇന്നും മീനും ഇറച്ചിയും അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണക്കമീൻ വാങ്ങിക്കൊണ്ടുവരാൻ വാപ്പാട്ട പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാപ്പ വാങ്ങിക്കൊണ്ട് വന്നേനെ. പിന്നെ ഇതാ ഈ കൊണ്ടാട്ട മുളകും കൂടെ ഉണ്ട്, അതെന്താ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത്. കുറച്ച് ചോറും ഒരു ഉണക്കമീനും മസാല മുട്ടയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പച്ചപ്പുളിസുമാണ്. പേര് കേട്ടാൽ തന്നെ നല്ല രസമുണ്ടല്ലേ, പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക മുട്ട തോരനാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മുട്ട തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ ഒരു കൊണ്ടാട്ട മുളക്, പിന്നെ 2 ലവ്ലോലിക്കയും കൂടെ ഉപ്പിലിട്ടത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ. എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ അത് കഴിക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിന്ന് വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതാ ഹാനിക്ക് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് ഊഞ്ഞാലിൽ ഇരുത്തിയിട്ടുണ്ട്. അവളെ സ്ഥിരം പ്ലേസ് ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാവേ.